പെരുന്നാൾ ദിനത്തിൽ മധ്യകേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളുടെ പ്രധാന വിഭവമാണ് തിക്കിടി. ഈ പഴയകാല നാടൻ വിഭവത്തിന്റെ രുചി പലരും മറന്നിട്ടുണ്ടെങ്കിലും തിക്കിടിയുടെ തനത് രുചി ഇടുക്കിയിൽ ഇപ്പോഴും ഉണ്ട്. പെരുന്നാൾ പിറ കണ്ടാൽ ഇടുക്കിയിലെ അടുക്കളകളിൽ തിക്കിടിക്കുള്ള പുറപ്പാടാണ്. ഒരു കുടുംബത്തിലെ മുഴുവൻ പേർക്കും തിക്കിടി ഉണ്ടാക്കുന്നത് നിസാര കാര്യമല്ല. അതിനാൽ കുടുംബത്തിലെ സ്ത്രീകൾ എല്ലാവരും ചേർന്നാണ് തിക്കിടി ഉണ്ടാക്കുന്നത്. പ്രത്യേക പാകത്തിൽ അരിപ്പൊടി വാട്ടി ചെറു ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് നന്നായി കുഴച്ചു മയപ്പെടുത്തി ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് തിക്കിടി ഉണ്ടാക്കുക. തിക്കിടി ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന നിലയിൽ പൊടി വാട്ടിയിട്ട് പത്തിരിക്ക് പൊടി വാട്ടും പോലെ വാട്ടി നമ്മൾ ബോളാക്കി എടുക്കും. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്താണ് ഞങ്ങൾ തിക്കിടി ഉണ്ടാക്കാറ്. പിടിയോട് സാമ്യമുള്ള ഒരു പലഹാരമായിട്ടാണ് പറയുന്നത്. നമ്മൾ കോട്ടയം ജില്ലയിൽ, ഇടുക്കി ജില്ലയിലൊക്കെ ഇത് പൊതുവേ കാണാറുള്ളൂ. പെരുന്നാൾ തലേന്ന് ജാതിമത ഭേദമന്യേ അയൽപ്പക്കത്തുള്ളവരൊക്കെ ഒരുമിച്ച് കൂടിയാണ് തിക്കിടി തയ്യാറാക്കുന്നത്. തിക്കിടിയുടെ പാചക രീതികൾ തലമുറകളായി കൈമാറി വരികയാണ്. മധ്യ കേരളത്തിലാണ് തിക്കിടിക്ക് ഏറെ പ്രചാരമുള്ളത്. തേങ്ങാപ്പാലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കൂടുതലായിട്ടും നോമ്പ് കാലത്തും പെരുന്നാൾ വിഭവമായിട്ടാണ് തിക്കിടി നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തന്നെ വല്ല ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതിനാൽ വേറെ കറിയൊന്നും ഇല്ലാതെ നമുക്കിത് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് നോൺ വെജ് ആയിട്ടുള്ള ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെയും കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അരിപ്പൊടി, ചെറിയുള്ളി, പെരുംജീരകം, തക്കോലം, തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില എന്നിവയാണ് തിക്കിടിയുടെ കൂട്ട്. ചിക്കൻ, ബീഫ് തുടങ്ങിയ കറികൾക്കൊപ്പമാണ് സാധാരണ തിക്കിടി കഴിക്കുക. ഇനി അഥവാ കറിയൊന്നുമില്ലെങ്കിലും പാകമായാൽ വെറുതെയും കഴിക്കാമെന്നതാണ് തിക്കിടിയുടെ പ്രത്യേകത. രുചിയേറും തിക്കിടി മധ്യ കേരളത്തിലെ പെരുന്നാൾ ദിനത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമാണ്. രുചിക്കൂട്ടുകൾ തലമുറകളായി കൈമാറി തിക്കിടി അങ്ങനെ പെരുന്നാൾ ദിനങ്ങളിൽ പെരുമയേറിയ വിഭവമായി. ന്യൂസ് മലയാളം, ഇടുക്കി.